4 റക്അത്തുള്ള നിസ്കാരം 5 റക്അത്ത് ഇമാം മറന്നുകൊണ്ട് നമസ്കരിച്ചു. ഇമാമിനെ ആരും ഉണർത്തിയില്ല. സഹുവിൻ്റെ സുജൂദും ചെയ്തില്ല. സലാം വീട്ടി ശേഷം തമ്മിൽ വിഷയമായി ചർച്ചയായി എന്ത് ചെയ്യണം എന്നൊക്കെ പള്ളിയിൽ ചർച്ചയായി. ഇത്തരം സാഹചര്യത്തിൽ അത് മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ അന്വേഷണം. ഇമാമും മനുഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ മനുഷ്യ സഹജമായ കാര്യങ്ങളൊക്കെ ഇമാമിനും സംഭവിച്ചേക്കാം. പക്ഷേ പൊതുവെ നമസ്കാരത്തിൽ ശ്രദ്ധയോടുകൂടിയായിരിക്കണം നമസ്കരിക്കേണ്ടത് എന്നത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ 4 റക്അത്തുള്ള നമസ്കാരം 2 നമസ്കരിച്ചു. അപ്പോൾ എല്ലാവർക്കും ആശ്ചര്യമായി. കൂട്ടത്തിൽ ദുൽ യദൈൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ നിങ്ങൾ മറന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞാൽ മറന്നിട്ടില്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും അതിനെ കുറിച്ച് ഓർമ്മ വന്നില്ല. പിന്നീട് ദുൽ യദൈനിയുടെ വാക്ക് കേട്ട് റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നബിയെ നിങ്ങൾ 2 നമസ്കരിച്ചത് എന്ന് പറഞ്ഞു. പിന്നീട് റസൂലുള്ളാഹി പൂർത്തിയാക്കി സഹബിനെ സുജൂദ് ചെയ്യുകയും ചെയ്ത സംഭവം ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇതേപോലെ തന്നെ 4 റക്അത്തുള്ള ഒരു നമസ്കാരം ഇമാം അധികമായി നമസ്കരിച്ചു എങ്കിൽ പിന്നീട് നമസ്കാരം കഴിഞ്ഞ് ഉടനെ അത് മനസ്സിലായി കഴിഞ്ഞാൽ അദ്ദേഹം സുജൂദ് സഹ്വ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് അതിനുള്ള പരിഹാരം. പൊതുവെ നമസ്കാരം അധികരിപ്പിച്ചാൽ, ഇപ്പോൾ 4 റക്അത്തുള്ള നമസ്കാരം അത് 5 റക്അത്തായി നമസ്കരിച്ചു എന്നിരിക്കട്ടെ, എങ്കിൽ സലാം വീട്ടിയ ശേഷം സുജൂദ് സഹ്വ് ചെയ്ത് പിന്നീട് ഒരിക്കൽ കൂടെ സലാം വീട്ടുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ നമസ്കാരം കമ്മിയാക്കി, ഇപ്പോൾ ഒന്നാമത്തെ തശഹുദ് എന്ന് പറഞ്ഞാൽ അത്തഹിയാത്ത് എന്നാണല്ലോ പൊതുവെ ആളുകൾ പറയാം. മഗ്രിബ് നമസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ തശഹുദിൽ ഇരിക്കാതെ 3ാമത്തെ റക്അത്തിലേക്ക് എണീറ്റു എങ്കിൽ അവിടെ നമസ്കാരത്തിൽ ഒരു വാജിബ് നഷ്ടപ്പെട്ടു പോയതാണ്, മറന്നു പോയതാണ്. അങ്ങനെയെങ്കിൽ സുജൂദ് സഹ്വ് ചെയ്യുമ്പോൾ സലാം വീട്ടുന്നതിന് മുമ്പ് 2 സുജൂദ് സഹ്വ് നടത്തുകയാണ് ചെയ്യേണ്ടത്. അതായത് നമസ്കാരത്തിൽ അധികം വർദ്ധിപ്പിച്ചാൽ സലാം വീട്ടിയ ശേഷവും, കമ്മിയാണെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പുമാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. ഈ ചോദ്യകർത്താവ് ഉന്നയിച്ച സാഹചര്യത്തിൽ അവിടെ ഇമാമിൻ്റെ കൂടെ മൗമൂമിങ്ങളും എല്ലാവരും 2 റക്അത്ത് 2 സുജൂദ് സഹ്വിൻ്റെ 2 സുജൂദ് ചെയ്യുക എന്നതാണ് ചെയ്യുന്നത്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്. അദ്ദേഹത്തെ മഅ്മൂമിങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. എന്നാൽ ഇതേപോലെ മറവി മറ്റോ ബാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഉണർത്തുകയും ചെയ്യണം.